കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിന് നാളെ തുടക്കമാകും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ ഇന്നും നാളെയുമായി ദില്ലിയിലെത്തും. സ്ഥാനാർത്ഥിത്വത്തിൽ ഉടക്കി നിൽക്കുന്ന കെ സുധാകരനും ദില്ലിയിലെത്തുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭൂരിഭാഗം ജില്ലകളിലും വലിയ തർക്കം തുടരുകയാണ്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഇന്നോ നാളെയോ തീയതി പ്രഖ്യാപിക്കും, തെരഞ്ഞെടുപ്പ് എന്ന് അറിയാൻ കഴിയും. സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനൊക്കെയായിരുന്നു നേരത്തെ തീരുമാനമുണ്ടായിരുന്നത്. ഇപ്പോൾ ചിലയിടത്ത് അടക്കം കെ സുധാകരൻ അടക്കമുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. വേഗത്തിൽ ഉണ്ടാകുമോ തീരുമാനങ്ങൾ? ഗുഡ് മോർണിംഗ് സുധി. ആര്യ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ തർക്കങ്ങൾ നീളുകയാണ് എന്നതാണ്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപത്തിലാക്കി ഇറക്കാൻ തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനമെങ്കിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയായിരുന്നു. അതെത്താനുള്ള കാരണം ഇതായിരുന്നു എന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് നേരത്തെ വിശദീകരിച്ചതുപോലെ കെ സുധാകരന്റെ കാര്യമാണ്. കെ സുധാകരൻ നിലവിൽ MP ആണ്. കെ സുധാകരൻ മത്സരിക്കരുത് എന്ന് കേന്ദ്ര നേതൃത്വം വാശി പിടിക്കാനുള്ള കാരണം അങ്ങനെയെങ്കിൽ 9 MP-മാരെങ്കിലും മത്സരിക്കാനുള്ള ആവശ്യവുമായി എത്തും. കെ സുധാകരനെ മത്സരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കോന്നി മണ്ഡലത്തിൽ തനിക്ക് സീറ്റ് വേണം എന്നാവശ്യപ്പെട്ട് അടൂർ പ്രകാശും പിടിമുറുക്കും. നിലവിൽ തന്നെ കോന്നിയിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ട് UDF കൺവീനർ കൂടിയായ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം എളുപ്പം പരിഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇത് കോൺഗ്രസിൽ പതിവുള്ള കാര്യമാണ്. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്ന സമയത്ത് ഇതെല്ലാം അലിഞ്ഞില്ലാതാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു സുധാകരൻ MP-യുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു ചില മണ്ഡലങ്ങളിലും ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ്. ആ സീറ്റ് തനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ പല നേതാക്കളും രംഗത്ത് വരുന്ന ചിത്രം ആ സംസ്ഥാനത്ത് കാണുന്നുണ്ട്. എന്തായാലും മുമ്പ് ഉള്ള രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. കെ സുധാകരന്റെ വിഷയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഇന്നോ നാളെയൊക്കെ ആയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.